മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കനൽ കടന്ന കനൽ വഴികൾ രണ്ടാം പാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. സഭയെ കൂടുതലറിയുവാനും സഭയുടെ ചരിത്രം കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങനെ സഭയെ കൂടുതൽ സ്നേഹിക്കുവാനുമുള്ള വലിയ അനുഗ്രഹം നൽകണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഈ ക്ലാസ് കേട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യഥാർത്ഥമായ സഭാ ചൈതന്യം, സഭാസ്നേഹം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പാറേമാക്കാൽ ഗവർണർ ഈ പാഠപുസ്തകം അല്ലെങ്കിൽ ഈ വർത്തമാന പുസ്തകം നമുക്കായി നൽകിയപ്പോൾ ഇതിൽ വിവരിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതും സഭയുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിച്ചതുമൊക്കെ അവരാഗ്രഹിച്ച വിധത്തിൽ തന്നെ മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ക്ലാസ് എടുക്കുന്നവരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കനൽ കടന്ന കനൽ വഴികൾ ക്ലാസ്സിൻ്റെ രണ്ടാം പാദം നമ്മൾ കേട്ടു. ഒന്നാം പാദം നമ്മൾ കേട്ടു. ഇന്ന് രണ്ടാം പാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 61 മുതൽ പുസ്തകത്തിലെ 61 മുതൽ 65 വരെയുള്ള പേജുകളിലെ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് എടുക്കുക. രണ്ടാം പാദമാണ്, രണ്ടാം അധ്യായം എന്ന് നമ്മൾ മനസ്സിലാക്കുമല്ലോ. പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ ഈ ഭാഗം മലങ്കര നസ്രാണികളുടെ ചരിത്രത്തിലെ നിർണായകമായൊരു ഘട്ടത്തെയാണ് വിവരിക്കുന്നത്. അങ്കമാലി പള്ളിയിൽ നടന്ന മഹാസമ്മേളനത്തെയും അതിൻ്റെ കാരണങ്ങളെയും കുറിച്ചുള്ള വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുക. ഒന്ന്, അങ്കമാലി യോഗത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ആലങ്ങാട്ടു പള്ളിയിൽ വെച്ച് പാതിരിമാരിൽ നിന്നും നേരിട്ട അവഹേളനവും മെത്രാൻ്റെ ശവസംസ്കാര ചടങ്ങിൽ നസ്രാണി പ്രതിനിധികൾക്കുണ്ടായ ദുരനുഭവവുമാണ് ഈ സമ്മേളനത്തിന് കാരണമായത്. ആലങ്ങാട്ടു പള്ളിക്കാർ അയച്ച കുറി വായിച്ചപ്പോൾ സമുദായത്തിനു നേരിട്ട പരസ്യമായ നിന്ദയിൽ പ്രതിഷേധിച്ച് തെക്ക് നിന്നും വടക്കു നിന്നുമുള്ള 40-50ഓളം പള്ളിക്കാർ യാത്രാക്ലേശങ്ങൾ സഹിച്ചും അങ്കമാലിയിൽ ഒത്തുചേർന്നു. ഇതാണ് അങ്കമാലി യോഗത്തിൻ്റെ ഒരു യഥാർത്ഥ പശ്ചാത്തലം. രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ കാണുക യോഗ നടപടിയും നേതൃത്വവുമാണ്. അങ്കമാലിയിലെ കിഴക്കേ പള്ളിയിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. രാവിലെയും ഉച്ച കഴിഞ്ഞുമായി കൃത്യമായ സമയക്രമം പാലിച്ചായിരുന്നു ചർച്ചകൾ. കുറവലങ്ങാട് ഇടവകക്കാരനായ പനങ്കുഴയ്ക്കൽ കുരേപ്പു കത്തനാർ പ്രായവും പരിചയസമ്പത്തും കണക്കിലെടുത്ത് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. കൂടാതെ കൊരട്ടിക്കാരൻ ഇട്ടിമാണി മാപ്പിള, മുടിയിൽ കൊച്ചിയിട്ടിത്തരകൻ തുടങ്ങിയ പ്രഗത്ഭരായ അൽമായ നേതാക്കളും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. മൂന്നാമതായി നമ്മൾ കാണുന്നത് സമുദായത്തിലെ അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചാണ്. യോഗത്തിൽ പ്രധാനമായും 3 തരം അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. ഒന്ന്, പഴയതുപോലെ സമുദായത്തിന് സ്വന്തമായി ഒരു അർക്കദിയാക്കോനെ തിരഞ്ഞെടുക്കണം. 2, വരാപ്പുഴ പാതിരിമാരെ പൂർണ്ണമായും ബഹിഷ്കരിച്ച് കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയെ അനുസരിക്കണം. 3, വരാപ്പുഴ പാതിരിമാരുമായി ചർച്ച നടത്തി ഇനിമേൽ ഇത്തരം അവഗണനകൾ ഉണ്ടാവില്ലെന്ന് വ്യവസ്ഥയുണ്ടാക്കി പഴയതുപോലെ തുടരണം. ഈ ഭിന്നതകൾ കാരണം യോഗത്തിൽ വലിയ വാക്ക് തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായി.
നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാതിക്ക് തലവൻ എന്ന ആവശ്യകത. സമുദായം എന്ന് അനുഭവിക്കുന്ന എല്ലാ അപമാനങ്ങൾക്കും തളർച്ചയ്ക്കും കാരണം ജാതിക്ക് തലവൻ, അതായത് സമുദായ നേതാവ് ഇല്ലാത്തതാണെന്ന് ഗ്രന്ഥകർത്താവ് നിരീക്ഷിക്കുകയാണ്. മുൻകാലങ്ങളിൽ സ്വന്തം ജാതിയിൽ നിന്നും തലവന്മാരുണ്ടായിരുന്നപ്പോൾ നസ്രാണികൾ ഏക മനസ്സോടെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ നേതൃത്വം ഇല്ലാതായതോടെ സമുദായം ചുക്കാനില്ലാത്ത കപ്പൽ പോലെ ഉലയുകയാണ് എന്ന് അദ്ദേഹം ഗ്രന്ഥകർത്താവ് വിലയിരുത്തുകയാണ്. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് ചരിത്രപരമായ താരതമ്യവും വിദേശ മാതൃകകളും. സ്വന്തം ജാതിയിൽ നിന്നും തലവനുണ്ടായിരുന്ന കാലത്ത് വിദേശികൾ മെത്രാനെ ഉപദ്രവിച്ചപ്പോൾ സമുദായം ഒറ്റക്കെട്ടായി പ്രതികരിച്ച ചരിത്രം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. മട്ടാഞ്ചേരിയിലെ സത്യത്തെക്കുറിച്ചാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുക. യൂറോപ്യന്മാരും, അതായത് ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയവർ, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളും, അതായത് ഗ്രീക്കുകാർ, അർമേനിയക്കാർ, സ്വന്തം വംശത്തിൽ നിന്നുള്ളവരാണ് ഭരണാധികാരികളായി തിരഞ്ഞെടുത്തത്. അവർ തിരഞ്ഞെടുത്തത് സ്വന്തം വംശത്തിൽ നിന്നുള്ളവരെയാണ്. കേരളത്തിലെ ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള മറ്റു സമുദായങ്ങളും ഇതേ മാതൃക പിന്തുടരുമ്പോൾ നസ്രാണിക്ക് മാത്രം സ്വന്തം തലവനില്ലാത്തത് വലിയ പോരായ്മയാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ടാം പാദത്തിലെ പ്രധാനമായിട്ടും കാണുക. പ്രധാനമായിട്ട് 5 പോയിൻ്റുകളായി നമ്മൾ കാണുകയാണ്. ഒന്ന്, അങ്കമാലി യോഗത്തിൻ്റെ പശ്ചാത്തലം, ആ യോഗത്തിൻ്റെ നടപടികളും അതിൻ്റെ നേതൃത്വവും, അതിൽ വന്ന സമുദായത്തിലെ അഭിപ്രായ ഭിന്നതകൾ ഏതൊക്കെയാണ്, പ്രധാനമായ 3 അഭിപ്രായ ഭിന്നതകൾ. 1, ജാതിക്ക് തലവൻ അല്ലെങ്കിൽ ഒരു സമുദായ നേതാവില്ല എന്നുള്ളൊരു പ്രശ്നം. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ചരിത്രപരമായ താരതമ്യം. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഈ രണ്ടാമത്തെ പാദത്തിൽ കണ്ടത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. അങ്കമാലി മഹാസമ്മേളനം വിളിച്ചുകൂട്ടാൻ പെട്ടെന്നുണ്ടായ പ്രകോപനപരമായ കാരണം എന്തായിരുന്നു? ആലങ്ങാട്ടു പള്ളിയിൽ വെച്ച് മെത്രാൻ്റെ കബറടക്കത്തിന് ചെന്ന വൈദികരെയും അൽമായരെയും വരാപ്പുഴ പാതിരിമാർ പരസ്യമായി നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തത്. അങ്കമാലി യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? കുറവലങ്ങാട് ഇടവക്കാരനായ പനങ്കുഴയ്ക്കൽ കുരൈപ്പു കത്തനാർ. അങ്കമാലിയിൽ യോഗം നടന്നത് ഏതു പള്ളിയിൽ വച്ചായിരുന്നു? അങ്കമാലിയിലെ ഭദ്രാസന പള്ളി എന്നറിയപ്പെടുന്ന കിഴക്കേ പള്ളിയിൽ വച്ച്. യോഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പാതിരിമാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു? വരാപ്പുഴ പാതിരിമാർ. യോഗത്തിനെത്തിയ പ്രതിനിധികൾക്ക് ഉപ്പും വിറകും വിളക്കിനെണ്ണയും നൽകി സഹായിച്ചത് ആരായിരുന്നു? അങ്കമാലി പള്ളിക്കാർ. യോഗത്തിൽ കാര്യമായ അഭിപ്രായങ്ങൾ പറയുകയും നേതൃത്വം നൽകുകയും ചെയ്ത 2 പ്രമുഖ അൽമായരുടെ പേര്: കൊരട്ടിക്കാരൻ ഇട്ടിമാണി മാപ്പിള, ആരക്കോഴക്കാരൻ മുടിയിൽ കൊച്ചിട്ടിത്തരകൻ. യോഗത്തിൽ പങ്കെടുത്തവർക്കിടയിലുണ്ടായ 3 പ്രധാന അഭിപ്രായങ്ങൾ എന്തെല്ലാമായിരുന്നു? 1, അർക്കദിയാക്കോനെ തിരഞ്ഞെടുക്കുക. 2, കൊടുങ്ങല്ലൂർ മെത്രാപ്പൊലീത്തയെ അനുസരിക്കുക. 3, വരാപ്പുഴ പാതിരിയുമായി വ്യവസ്ഥയുണ്ടാക്കി സഹകരിക്കുക.
സമുദായത്തിന് സംഭവിച്ച അപമാനങ്ങൾക്കും തളർച്ചയ്ക്കും പ്രധാന കാരണമായി ഗ്രന്ഥകർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനെയാണ്? സമുദായത്തിന് സ്വന്തമായൊരു തലവൻ ഇല്ലാത്തതിനെ. ചുക്കാനില്ലാത്ത കപ്പൽ പോലെ എന്ന് ഗ്രന്ഥകർത്താവ് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? നേതൃത്വമില്ലാതെ ഭിന്നിച്ചു നിൽക്കുന്ന അക്കാലത്തെ നസ്രാണി സമുദായത്തെയും അവരുടെ യോഗത്തെയുമാണ്. തലവനില്ലാതിരുന്ന കാലത്ത് മെത്രാനെ ഒരു കള്ളനെ പോലെ പിടിച്ചുകൊണ്ടുപോയ സംഭവം നടന്നത് ഏതു പള്ളിയിൽ വച്ചായിരുന്നു? ആലങ്ങാട്ടു പള്ളിയിൽ വച്ച്. സമുദായത്തിന് തലവനുണ്ടായിരുന്ന കാലത്തെ ശക്തി തെളിയിക്കാൻ ഉദാഹരണമായി പറയുന്ന സംഭവം ഏതാണ്? സുറിയാനി മെത്രാനെ കൊച്ചിയിൽ വെച്ച് കടലിൽ താഴ്ത്തിയപ്പോൾ മട്ടാഞ്ചേരി പള്ളിയിൽ ഒന്നിച്ചുകൂടി എടുത്ത ശപഥം. സ്വന്തം ജാതിയിൽ നിന്നും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിന് മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്ന വിഭാഗങ്ങൾ ആരെല്ലാം? യൂറോപ്യന്മാർ, ടർക്കിയിലെ ക്രിസ്ത്യാനികൾ, കേരളത്തിലെ ബ്രാഹ്മണർ തുടങ്ങിയ സമുദായങ്ങൾ.